പക്ഷേ എനിക്കെന്തോ ഇന്ന് സുശീലയെ കണ്ടപ്പോൾ വലിയ പ്രതീക്ഷയാണ് തോന്നിയത്. അതുകൊണ്ടാണ് ശേഖരനെ സ്വന്തം കുടുംബത്തിൽ ഓണം ആഘോഷിക്കാൻ അനുവദിക്കണമെന്ന് സുശീലോട് ഞാൻ ധൈര്യപൂർവ്വം പറഞ്ഞത്. അച്ഛൻ ഓണം ആഘോഷിക്കാൻ അനുവദിക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ. എന്നാ ഓണം വരെ അവിടെ സുഖമായിട്ട് കഴിയാനുള്ള അനുവാദം കൂടിയാ അമ്മ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. രാവിലെ അദ്ദേഹത്തിന്റെ കിടപ്പായ വലിച്ചെറിഞ്ഞ അമ്മ വൈകിട്ടായപ്പോ പുതിയ ബെഡ്ഷീറ്റ് വിരിക്കുന്നതാ ഞാൻ കണ്ടത്. ഞാനെന്തായാലും നാളെ തന്നെ അദ്ദേഹത്തെ ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറ്റിവെച്ച ഓണത്തിന് തിരിച്ചു കൊണ്ടുവന്നാൽ മതിയല്ലോ. അത് വേണോ എന്തിനാ? സുശീലയ്ക്ക് സമ്മതമാണെങ്കിൽ ശേഖരൻ അതുവരെ അവിടെ കഴിയട്ടെ. അതേന്ദ്രേട്ടാ, അച്ഛൻ പറഞ്ഞതുപോലെ എന്നേക്കുമായൊരു തലവേദന ഒഴിഞ്ഞു പോകൂല്ലോ എന്നുള്ള പ്രതീക്ഷയില് അതുവരെ അമ്മ ആ മനുഷ്യനെ അനുവദിച്ചു കൊടുക്കുന്ന ഒരു സൗജന്യമാണെങ്കിലോ? ഇതുവരെ അനുഭവിച്ച ദ്രോഹങ്ങൾക്ക് പകരമായിട്ട് അദ്ദേഹം കുറച്ച് സുഖവും സമാധാനം അനുഭവിക്കുന്നെങ്കിൽ അനുഭവിച്ചോട്ടെ. അങ്ങനെയൊക്കെ നടക്കുന്നെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എനിക്കറിയാവുന്ന എൻ്റെ അമ്മ അങ്ങനെ ഒരു മനസ്സ് കാണിക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. അമ്മ കാര്യമായിട്ടെന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അത് ആരുടെയൊക്കെ മുഖത്ത് കരിവാരി തേക്കാനുള്ള കളിയായിരിക്കുമെന്ന് അവസാന നിമിഷം മാത്രമേ അറിയൂ. പിന്നെ അച്ഛനും കൂടി ഇതിൽ ഇടപെട്ടുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഏയ്, എന്റെ മുഖത്ത് കരിവാരി തേക്കാൻ സുശീല ഈ അവസരം ഉപയോഗപ്പെടുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തിനാ? ഇനി അതാണ് സുശീലയുടെ ഉദ്ദേശമെങ്കിൽ അവളത് ചെയ്യട്ടെ. ശേഖരന് വേണ്ടി ഞാനതങ്ങ് സഹിച്ചോളാം. ശേഖരന്റെ ഈ ഓണം അവന്റെ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ കഴിയണം. എനിക്കത്രേ ഉള്ളൂ. ഇന്ദ്രേട്ടാ, അത് നടക്കും. ഇന്ദ്രേട്ടൻ ധൈര്യമായിട്ടിരിക്കും. അതിനിടയിൽ എന്ത് നടന്നാലും നമുക്ക് ഒരുമിച്ച് നേരിടാം. അതുപോരെ? തിരുവോണം തലയ്ക്ക് മുകളിൽ എത്തി നിൽക്കുമല്ലേ ഇന്ദ്രേട്ടാ. ഇനിയിപ്പോ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാന്നേ. അതെ, ഞാൻ മരുന്ന് കഴിച്ചിട്ട് കുറച്ച് സമയമായി. ഇനി വല്ലതും കഴിക്കണം. എന്നാ ഇന്ദ്രനും അത്താഴം ഇവിടുന്ന് തന്നെ ആവാം. വേണ്ട വേണ്ട അച്ഛാ, ഞാൻ ഇറങ്ങുക. പിന്നെ കഴിച്ചോളാം. അച്ഛൻ കഴിച്ചോ. ഞാൻ വീട്ടിൽ ചെന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കും. എന്നാ പിന്നെ നാളെ വരാം. ശരി ഭാനുമേ. ഭാനുമേ, കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെച്ചു. ശരി. അപ്പൊ ശരിയാണ്, നാളെ കാണാം. അച്ഛനെ അറിഞ്ഞില്ലെങ്കിലും മോളിത് അവനെ ഇന്ദ്രൻ അറിയിക്കണം. കാരണം അവനെ മറച്ചു വെച്ച് നീ ഇനി ഒന്നും ചെയ്യരുത്. അല്ല ഇന്ദ്രേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ കാര്യം? ഇന്ദ്രേട്ടൻ വണ്ടി ഒന്ന് ഓഫ് ചെയ്യേ. എന്താണ്? പിന്നെ അമ്മയെക്കുറിച്ചുള്ള ഇന്ദ്രേട്ടന്റെ എല്ലാ സംശയങ്ങളും 100% ശരിയാ. അമ്മ ചില ഗൂഢലക്ഷ്യങ്ങൾ വെച്ചോണ്ടാ ആ മനുഷ്യന് വീണ്ടും വീട്ടിൽ അഭയം കൊടുത്തത്. എന്ത് ഗൂഢലക്ഷ്യം? അല്ല, അത് നിനക്കെങ്ങനെ അറിയാനോ? അമ്മ അദ്ദേഹത്തെ എന്നേക്കുമായിട്ട് ഇറക്കി വിടാൻ പോവാണെന്ന് ഇന്ദ്രേട്ടൻ ഒരു ദിവസം പറഞ്ഞില്ലേ? അന്ന് ഞാൻ എൻ്റെ അച്ഛനോടൊരു കാര്യം ചോദിച്ചു. ഇന്ദ്രേട്ടൻ്റെ അച്ഛന് ഒരുപാട് പോരായ്മകളുണ്ട്. പണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ധാരാളം തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട്. എന്നാലും കുറെ കാലം ഒരുമിച്ച് ജീവിച്ചൊരു മനുഷ്യനെ, അതും തന്റെ മക്കളുടെ അച്ഛനെ, ഒരു സ്ത്രീക്ക് എങ്ങനെയാ ഇത്ര ക്രൂരമായിട്ട് വലിച്ചെറിയാൻ പറ്റുക എന്നായിരുന്നു ഞാൻ എൻ്റെ അച്ഛനോട് ചോദിച്ചത്. പക്ഷേ ആ ചോദ്യത്തിനുള്ള അച്ഛന്റെ മറുപടി ഇങ്ങനെയായിരുന്നു:
അപൂർവം ചില മനുഷ്യരിങ്ങനെയുണ്ട്. അവരുടെ മനസ്സിൽ സ്നേഹമെന്നുള്ളൊരു വികാരമേ ഉണ്ടാവില്ല. സ്വാർത്ഥത മാത്രമായിരിക്കും അവരെ ഭരിക്കുന്ന ഏക വികാരം. അയാൾ വന്നത് ദരിദ്രനും രോഗിയുമായിട്ടാണ്. അപ്പോ മനസ്സിൽ സ്നേഹത്തിന്റെ അംശം പോലും ഇല്ലാത്തവൾ എന്താണ് ചിന്തിക്കുക? അല്ല, അപ്പോ ഒരിക്കൽ പോലും അവരിൽ നിന്നൊരൽപ്പം ദയോ അനുകമ്പയോ ഒന്നും ആ മനുഷ്യൻ ഇനി പ്രതീക്ഷിക്കണ്ടല്ലേ? പ്രതീക്ഷിക്കാം മോളെ. അന്നൊരിക്കൽ ശേഖരന്റെ ലോട്ടറിക്ക് 1,00,000 രൂപ സമ്മാനം അടിച്ചതുപോലെ നാളെ ഒരിക്കൽ 10-25 കോടിയുടെ ബമ്പർ സമ്മാനം ശേഖരൻ അടിക്കുകയാണെങ്കിൽ അതൊരു സത്യമാണെന്ന് എനിക്ക് തോന്നി. എന്നാ പിന്നെ ആ മനുഷ്യനെ പെട്ടെന്നൊരു കോടീശ്വരനാക്കി അമ്മയൊന്ന് കബളിപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അതിലൂടെ വർഷങ്ങൾക്ക് ശേഷം സ്വന്തം കുടുംബത്തോടൊപ്പം കഴിയാൻ ആഗ്രഹിച്ചു വന്ന ആ മനുഷ്യന് കുറച്ചു ദിവസമെങ്കിൽ കുറച്ചു ദിവസം സ്വസ്ഥമായിട്ടൊരു കുടുംബജീവിതം നേടിക്കൊടുക്കാൻ കഴിയുമെങ്കിൽ അതൊരു പുണ്യമായിരിക്കും എനിക്ക് തോന്നി. എന്റെ പ്ലാൻ അച്ഛനോട് പറഞ്ഞ ആരെയും കബളിപ്പിച്ച് ഒന്നും നേടണ്ടെന്ന് അച്ഛൻ പറയൂ. പിന്നെ ഇന്ദ്രേട്ടനും അമ്മയ്ക്കെതിരെ ഒരു ചെറുവിരല് പോലും അനക്കാൻ തയ്യാറല്ലെന്ന് എനിക്കറിയാം. എന്തായാലും അതുകൊണ്ട് എന്റെ പ്ലാൻ നടപ്പിലാക്കാൻ ഞാൻ വേറൊരാളെ കണ്ടുപിടിച്ചു. അതെന്തായാലും നീ പറഞ്ഞത് കറക്റ്റാണ്. അണ്ണനോ ഇന്ദ്രനോ ഇതറിഞ്ഞ ഒരു കാരണവശാലും ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ നിന്നെ സമ്മതിക്കില്ല. അങ്കിൾ എന്നെ സഹായിക്കില്ലേ പ്ലീസ് അങ്കിൾ? സംഗതി ഒരു കൈവിട്ട കളിയാണ്. എങ്കിലും നിസ്സഹായനായൊരു മനുഷ്യന് കുറച്ച് ദിവസമെങ്കിലും സ്വസ്ഥമായൊരു കുടുംബജീവിതം ഉണ്ടാക്കി കൊടുക്കാനുള്ള നിന്റെ ഈ മനസ്സിനൊപ്പം നിൽക്കാതിരിക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ശേഖരൻ ആവശ്യപ്പെട്ടിട്ടാണ് നീ ഇത് ചെയ്യുന്നതെങ്കിൽ ഞാൻ നിന്റെ കൂടെ നിൽക്കില്ലായിരുന്നു. ഇതങ്ങനെയല്ല. ദൈവത്തിന്റെ തീരുമാനം പോലെ നീ അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കാം. ഞാൻ എന്ത് വേണമെന്ന് മോട് പറ.